ഈ ചോദ്യം കേട്ട് മടുത്തില്ല. ഇപ്പൊ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഏതൊരു സിനിമ ഇറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും കേൾക്കുന്ന സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ വരുമ്പോൾ കേൾക്കുന്നതാണ് ഒന്നുകിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നൊരു വാക്ക് ആൾക്കാർ പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് റിവ്യൂ പറഞ്ഞിട്ട് എന്ത് നേടാനാണ് ഇവർക്ക് ഇങ്ങനെ. ഈ രണ്ടിലാണ് ഇന്നും അന്നും എന്നും ഒരു മോശം സിനിമ എന്ന് സോക്കോളിലൊരു മെജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒന്നുകിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ, ഇല്ലെങ്കിൽ റിവ്യൂവേഴ്സ് മനഃപൂർവ്വം പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ ക്ലീഷയായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പിന്നെ സിനിമയ്ക്ക് മോശം അഭിപ്രായം വരുന്ന സമയത്ത് ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നു. പിന്നെ അതിന് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു, മറ്റേ റിവ്യൂവേഴ്സ് മനഃപൂർവ്വം എന്താണ് മനഃപൂർവ്വം ടാർഗറ്റ് അത് അവര് ഒരു ഡിഫൻസ് മെക്കാനിസം. അവര് നമ്മൾ പറയില്ല, ആരുടെ തന്നെ നടപടിക്കാർ പറയുന്നുണ്ട്, പേനയെ കുറ്റം പറയാ, കുടലി കുറ്റം പറയുന്ന. അപ്പം അതുപോലെ അവർക്കാരെങ്കിലും അത് വേറെ ആരെങ്കിലും മേലെ അത് അടിച്ചേൽപ്പിച്ചിട്ടില്ലേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ല സ്വയം ഇല്ല, അപൂർവം ചില ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും, അത് ചെയ്തിട്ടത് വിചാരിച്ച പോലെ വന്നില്ല, അടുത്ത് നന്നാക്കാം എന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ പറയും. അല്ലാത്ത ആളുകൾ അവർ ബ്ലെയിം ചെയ്യും, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും. ഈ ഇപ്പം സ്ഥിരമായിട്ട് അശ്വന്ത് ഗോക്കിനെ ഇപ്പം നമ്മൾ വെറുതെ അശ്വന്ത് ഗോക്കിനെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ വരുന്ന ഒരുപാട് ഷോർട്സിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെല്ലുവിളിക്കുകയും ഒരുപാട് പേര് ഇപ്പം ചെറുതുമായിട്ടുള്ള വലിയ ആൾക്കാർ ഉൾപ്പെടെയുള്ള പല തലങ്ങളിൽ നിൽക്കുന്ന നടന്മാർ അശ്വന്ത് ഗോക്കിന്റെ പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിക്കുക, ശരിക്കും പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് ഇപ്പറേ ഒരു ഇൻഡസ്ട്രി മുഴുവനും അപ്പറേ പ്രൗഡായിട്ടൊന്നുമില്ല, ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. കാരണം അല്ല, ഓഫ് കോഴ്സ്, കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. അതിപ്പോ ആ രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാതെ അങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അപ്പുറം അങ്ങനെ ഗെയിം ഓഫ് ത്രോൺസ് ഉള്ള പോലെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഈ ഞാൻ വേറെ കാര്യം, ഞാനിപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അറിയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ കോക്ക് ഒരിക്കലും കാശ് മേടിച്ച് റിവ്യൂ ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പം ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ അയാൾ പൈസ മേടിച്ച് റിവ്യൂ ചെയ്യില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കോക്കിന്റെ അടുത്ത് അശ്വന്റെ അടുത്ത് വന്നിട്ട് ഒരു സുഹൃത്ത് വലയത്തിലുള്ള ഒരാൾ പറയണ, നീ ആ സിനിമ കണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ റിവ്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അശ്വന്ത് റിവ്യൂ ചെയ്യാതിരിക്കുന്ന വളരെ വിശ്വസനീയമായ കണ്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു തരത്തിൽ പറഞ്ഞ കൈക്കൂലിയല്ലേ? അല്ല, അതെന്താ വെച്ചാൽ ഒന്നാമതായിട്ട് എനിക്ക് അങ്ങനെ സുഹൃത്ത് വരെ ഇല്ല, ഞാനത് കീപ്പ് ചെയ്യാറില്ല, എസ്പെഷ്യലി സിനിമാക്കാരായിട്ട്. ഇങ്ങനെ നടന്നിട്ടില്ലേ? അല്ല, ഞാൻ പറയട്ടെ. അപ്പം ഇങ്ങനെ സുഹൃത്ത് വലം കീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അപ്രോച്ചബിൾ അല്ല, ഞാൻ അവൈലബിൾ അല്ല, ഞാൻ ഫോൺ എടുക്കാറില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം എനിക്കറിയാം ഒരാൾ വിളിക്കുമ്പോൾ എന്ത് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒഴിവാക്കി കൊടുക്കുന്നതാണുള്ളത്. അപ്പോൾ ചില ആളുകൾ പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇപ്പം ആത്മഹത്യ ഭീഷണിയൊക്കെ, എനിക്കിനി പിന്നെ എന്താണ് ഈ സിനിമ ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് ഒരാൾ പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, റിയലായി പറയുന്നതായിരിക്കാം. പക്ഷെ എന്നാൽ വലിയ സിനിമയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചില സിനിമകൾ കാണുമായിരിക്കും. അതായത് എനിക്ക് തന്നെ കാണാൻ താല്പര്യമില്ല, ഇനി ഇട്ടാൽ തന്നെ എനിക്ക് റീച്ച് ഇല്ലാത്ത, അല്ലെങ്കിൽ ആളുകൾ പോലും ഇറങ്ങിയതും പോയതും അറിയാത്ത സിനിമകളുണ്ടോ ചിലത്, അപൂർവം ചില സിനിമകൾ വളരെ ചെറിയ. അതായത് ഞാൻ സിനിമയെ പൊതുവെ ഒരു 4 തട്ടായിട്ട് കാണുന്നത്. ഏതൊക്കെയാണ് അത് ഇതിന് കഴിഞ്ഞ ശേഷം പറയാം. അപ്പോൾ നിങ്ങൾ ഡിവിയേറ്റ് കൊണ്ടാണ് വെച്ചിട്ടില്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വെച്ചിട്ടാണ്. പക്ഷെ അത് രണ്ടും ഏറെക്കുറെ കൈക്കൂലെന്ന് പറയാൻ പാടില്ല, വേണമല്ലേ? ഇപ്പൊ പരിചയം ഞാൻ പേഴ്സണലി അല്ല, അങ്ങനെ ഞാൻ പരിചയം ഉള്ളത് കൊണ്ട് എനിക്ക് പേഴ്സണലി അശ്വന്തിനെ പരിചയമുള്ള ആള് വിളിച്ചു പറഞ്ഞ സിനിമ ഏതാന്ന് എനിക്കറിയാം. അതായിക്കോട്ടെ, അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ആത്മഹത്യ ഭീഷണി കൊണ്ട് മാറ്റിയതല്ല അത്. ഏതാ അവരുടെ സിനിമ? അല്ല, ഞാൻ ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞതല്ല. ഞാൻ 1-2-3 സിനിമകൾ അങ്ങനെ ചെയ്തിരുന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ സിനിമകളാണ്. വലിയ സിനിമകൾ എന്തായാലും നമുക്ക് എനിക്ക് തന്നെ കാണേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പേരെടുത്ത് പറയുന്നത് ഒമർ ലുലുവിൻ്റെ ആണ്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള പുള്ളി. എനിക്ക് ഞാൻ സിനിമ റിവ്യൂസ് ചെയ്യുന്നതിന് മുൻപേ ഞങ്ങൾ ഭയങ്കര അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ സിനിമ ഞാൻ ചെയ്യാറില്ല. മറ്റ് നിങ്ങൾ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 3 സിനിമകൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നാളെ വേറെ ആരും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ നാളെ സുമേഷിൻ്റെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും റിവ്യൂ ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് 100% നിങ്ങൾ കൈക്കൂലി എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് 100% ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു ആത്മഹത്യയോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ ലൈഫിലോ നമ്മൾ. പിന്നെ അത് ആത്മഹത്യ ഭീഷണി എന്നല്ല, അവര് തീർന്ന് തോന്നി വിടുന്നതാണ്. അത് വലിയ സിനിമയല്ല. 50 കോടി 100 കോടി ഒരാൾ മുടക്കിയിട്ട് ഇത് അയാളോട് ആര് പറഞ്ഞ് ഇത്രയും മുടക്കാന്ന് നമുക്ക് ചെറിയ ഇത് ഒരുപാട് സിനിമകൾ ചെയ്യാൻ നഷ്ടം പറ്റി. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള പറയുന്ന സമയത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത്
അതിന് 3 സിനിമയാണ് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുള്ളൂ. സിനിമയുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. 3 സിനിമ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഇൻസൈഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ. കറക്റ്റായിട്ട് 3 സിനിമ. 3 സിനിമ ചെയ്യേണ്ടതുള്ളൂ. ആ 3 സിനിമയിൽ 2 സിനിമ ഒരു ഡയറക്ടർ സിനിമയാണ്. ഒന്ന് വേറെ, അത് ഡയറക്ടർ നോക്കിയിട്ടല്ല, അത് പ്രൊഡ്യൂസർ. വല്ലാത്ത കഷ്ടം പറഞ്ഞു. പക്ഷെ വലിയ ഭയങ്കര മില്യനേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സ് എന്ന് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ചെയ്യില്ല. അവർ വെറും ലാഭത്തിന് വേണ്ടിയിട്ട് അവരെങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ചിലത് ജെന്യൂൻ കേസാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഓൾ ഓഫ് ദം വർ സ്മോൾ ഫിലിംസ്. അതായത് ഒഴിവാക്കിയാലും അവർക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ സിനിമ ആരും കാണാൻ പോകുന്നില്ല, OTT പോലും എടുക്കൂല. ഛേദമില്ലാത്ത ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ എനിക്കൊന്ന് അശ്വന്ത് റിവ്യൂ ചെയ്തപ്പം ആളുകൾ അറിഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരു സിനിമ വന്നു എന്ന് അറിഞ്ഞ സിനിമകൾ ഇപ്പൊ ആൾക്കാർ വിളിച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ ചെറിയ സിനിമയുടെ ആൾക്കാരുണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ. അതായത് അവരെ സിനിമ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ മതി സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു പ്രസ് മീറ്റിങ്ങിന് വിളിക്കാമല്ലോ, ഞങ്ങളെ സിനിമ തകർത്തു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മൈൻഡാക്കാടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരു ഗ്രൗണ്ട് ഇല്ല അവർക്ക്. അപ്പോൾ ചില നിർമ്മാതാക്കളും വിളിച്ച് പറയാറുണ്ട്, ഞാൻ വഴിയല്ലെങ്കിലും ഞാൻ കണക്റ്റഡ് ആയിട്ട് ആൾക്കാരുടെ പറയും ഇന്ന സിനിമ കാണുമെന്ന് നിർമ്മാതാവ് ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും പ്രശ്നമില്ല, നെഗറ്റീവ് പറഞ്ഞാൽ മതി. അപ്പോൾ ചില ആളുകൾക്ക് എന്താ അറിയോ, റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെടും. തീർച്ചയായിട്ടും. ചില സിനിമ ഇറങ്ങിയാൽ പോയതാരും അറിയുന്നില്ല, പിന്നെ ഇവർക്ക് OTT പോലും കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്കൊന്നുമില്ല, അവർ 0 ആയിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാം, ഏതെങ്കിലും ഒരാളെങ്കിലും ചെയ്താൽ മതി. അപ്പം ഞാനെങ്ങനെ എല്ലാ സിനിമയും റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ഞാൻ സ്കെയിൽ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സിനിമയായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും വരുമല്ലോ, അപ്പം നെഗറ്റീവായി കഴിഞ്ഞാലും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അശ്വന്ത് കാശിന് വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആളല്ലെന്ന് തോന്നുന്നു. കാരണം അശ്വന്തിന്റെ റിവ്യൂ ഏറ്റവും ഒരു ഓഫ്കോഴ്സ് കാശ് സൈഡാണ്. അതെ അതെ, ഞാൻ പറഞ്ഞിപ്പം എല്ലാ സിനിമയും റിവ്യൂ ചെയ്യലും സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നോക്കി റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. അപ്പം മിനിമം അശ്വന്ത് ഒരു ഏറ്റവും ചെറിയതെന്ന് കരുതപ്പെടുന്ന എല്ലാ സിനിമയും അവരുടെ മേക്കേഴ്സ് വലിയ സിനിമകൾ തന്നെയാണ്. അതെ അതെ. പക്ഷെ ബട്ട് സ്റ്റിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില സിനിമകൾ റിവ്യൂ ചെയ്താൽ മിനിമം 1-2 ലക്ഷം എങ്കിലും ഏറ്റവും കുറഞ്ഞ അശ്വന്തിന്റെ ഒരു വീഡിയോ ഓടും. അതിന്റെ റിട്ടൻഷൻ വ്യൂസ് അല്ലേ പറയുന്നത്, ലക്ഷം. അതിന്റെ റിട്ടൻഷൻ അശ്വന്തിന്റെ ഭയങ്കര ഹൈ ആയിരിക്കും സാധാരണക്കാർ. കാരണം നിങ്ങൾ എന്താണ് പറയുന്നത് കാണാൻ വേണ്ടി വളരെയധികം ആൾക്കാരുണ്ട്, സർക്കാസ്റ്റിക് മൂഡിലുള്ള സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പം അതിൽ നിന്ന് വരുന്ന റവന്യൂ വലുതായിരിക്കും. റവന്യൂവിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും റിവ്യൂ ചെയ്താൽ മതിയായിരുന്നു. പൈസ സെക്കൻഡറി ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. സെക്കൻഡറി കാരണം ലോങ് റണ്ണിൽ അത് ബാധിക്കും. അത് ആൾക്കാർ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനകത്ത് സംതിങ് ഉണ്ട്, യുണീക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ചവറ് പോലെ $50 $100 വേണ്ടിയിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാരുടെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയും പിന്നെ എനിക്ക് തന്നെ ഇതൊന്നും ഭയങ്കര പാടല്ലേ. നിങ്ങൾക്കറിയാലോ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആൾക്കാർ പറയുന്ന ഒരു പണിയില്ലാന്ന്, പക്ഷെ എന്താ പറഞ്ഞാലേ നമ്മൾ എഴുന്നേറ്റ് എവിടെ നിന്ന് എഫേർട്ട് എവിടെ തലേദിവസം തുടങ്ങുന്ന എഫേർട്ട്, തലേദിവസം നേരത്തെ ഉറങ്ങണം, അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പോയി. തലേന്ന് നേരത്തെ ഉറങ്ങണം, അവിടെ നിന്ന് ഉറങ്ങുന്ന എഫേർട്ട്. അപ്പോൾ ഉറങ്ങുന്ന ഒരു എഫേർട്ട് ആണോ എന്ന് ചോദിക്കൂ. സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്ക് നേരത്തെ ഉറങ്ങുന്ന ഒരു എഫേർട്ട്. തീർച്ചയായിട്ടും മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് നമ്മളവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഭയങ്കര ശല്യമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറയുന്ന ആൾക്കാർ. എല്ലാ തിയേറ്റേഴ്സിലും ഇല്ലേ, കൺജസ്റ്റഡ് ആയുള്ള തിയേറ്റേഴ്സിൽ. പിന്നെ അവിടെ പോയി ഇത് കണ്ടു തീർക്കണ്ടേ. ചില സിനിമകളൊന്നും കണ്ടു തീർക്കാനാവില്ല, ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കിന് ക്ഷീണിക്കും. പിന്നെ നമ്മൾ ഒരു കോഫിയെ കുടിച്ച് വീണ്ടും ഓണായി ഇരുന്ന് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് എക്സോസ്റ്റഡ് ആയി പോകും. പിന്നെ ഇതിനെക്കുറിച്ച് പറയണ്ടേ, പിന്നെ എഡിറ്റ് ചെയ്ത് അത് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പകുതി ദിവസം കഴിഞ്ഞ്. ഇനി 2 സിനിമയുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ് ഇതിൻ്റെ മോഡ് ഓഫിൽ വേണം അടുത്ത സിനിമ കാണാൻ പോകും. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഒരു സിനിമ കാണുക ഭയങ്കര മെനക്കെട. ഏറ്റവും ഈസി എന്താ അറിയോ, സിനിമയിൽ കാണാതെ ചെയ്യുന്ന കോണ്ടന്റാണ്. ഇപ്പം എനിക്കറിയാം പല ആൾക്കാർ സിനിമ കാണുന്നത് കുറച്ചിട്ട് ഇപ്പം സിനിമേതര കോണ്ടന്റ്സ് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ലോങ് പ്രോസസ് ഇല്ല. നമുക്ക് ഇരുന്നൊരു വിഷയം പഠിച്ച് പ്രസന്റ് ചെയ്താൽ. പക്ഷെ എല്ലാത്തിനും റിസ്ക് ഉണ്ടേ, എല്ലാത്തിനും എൻ്റെ റിസ്ക്കും എഫേർട്സും ഉണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊരു ഫിസിക്കൽ എഫേർട്ട് കൂടുതലാണ്.